നമസ്കാരം. മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ എസൻഷ്യൽ എലമെൻസിനെ ബ്രോഡായിട്ട് നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാമെന്നാണ് നമ്മൾ കണ്ടത് അല്ലേ. ലാർജ് എമൗണ്ടിൽ വേണ്ട മാക്രോ എലമെൻസും വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള മൈക്രോ എലമെൻസും. ഈ ഓരോ എലമെൻറ്റിൻ്റെയും മാക്രോ എലമെൻസിൻ്റെയും മൈക്രോ എലമെൻസിൻ്റെയും റോൾ എന്താണ്, ചെടികളിൽ അവ ഏത് ഭാഗത്താണ് കൂടുതലായിട്ട് ഉണ്ടാവുക, ഏത് അയോണുകളുടെ രൂപത്തിലാണ് അവ സോയിലിൽ നിന്ന് അബ്സോർബ് ചെയ്യപ്പെടുന്നത് എന്നൊക്കെ നമുക്ക് ഈ ക്ലാസ്സിലൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. നൗ വി ക്യാൻ ലുക്ക് ഫോർ അതർ മിനറൽ എലമെൻറ്റ്സ് വിച്ച് ആർ നോർമലി അബ്സോർബ്ഡ് ബൈ ദ പ്ലാന്റ് ഫ്രം ദ സോയിൽ. ദ ഫസ്റ്റ് വൺ ഈസ് നൈട്രജൻ. നിങ്ങൾക്കറിയാം, അന്തരീക്ഷത്തിൽ നൈട്രജൻ ആണ് ഏറ്റവും കൂടുതലുള്ള വാതകം എങ്കിലും സസ്യങ്ങൾ ഒരിക്കലും നൈട്രജനായിട്ട് അബ്സോർബ് ചെയ്യില്ല എന്ന് അല്ലേ. നൈട്രജൻ ഗേഷ്യസ് ഫോമിലല്ല പ്ലാന്റ് അബ്സോർബ് ചെയ്യുക. നൈട്രൈറ്റ് അയോൺ ആയിട്ടോ നൈട്രേറ്റ് അയോൺ ആയിട്ടോ അമോണിയം അയോൺ ആയിട്ടോ ഒക്കെ ആയിരിക്കാം നൈട്രജൻ സസ്യങ്ങൾ അബ്സോർബ് ചെയ്യുക. It is also seen everywhere in the cell and especially in meristematic tissues. തുടർച്ചയായിട്ട് വിഭജിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ചെടികളുടെ വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്ന മെരിസ്റ്റമാറ്റിക് സെൽസിൽ നൈട്രജൻ്റെ പ്രസൻസ് കൂടുതലാണ്. മറ്റെല്ലാ ഭാഗങ്ങളിലും ഉള്ളതിനേക്കാൾ കൂടുതലായി നൈട്രജൻ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ ഉണ്ടാവാറുണ്ട്. ഇനി നൈട്രജൻ്റെ ഫങ്ഷൻ നോക്കിയാലോ. ഇറ്റ്സ് എ ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ഓഫ് പ്രോട്ടീൻസ്, ന്യൂക്ലിക് ആസിഡ്, വൈറ്റമിൻസ്, ഹോർമോൺസ്, ATP എക്സെട്ര. നിങ്ങൾക്കറിയാം, പ്രോട്ടീൻ എന്ന ബയോമോളിക്യൂളിൻ്റെ അല്ലെങ്കിൽ പ്രോട്ടീൻ എന്ന മാക്രോ മോളിക്യൂളിൻ്റെ പ്രധാന കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആണ് നൈട്രജൻ. മാത്രമല്ല DNA, RNA മുതലായ ന്യൂക്ലിക് ആസിഡുകളുടെ നിർമ്മാണം, വൈറ്റമിൻസിൻ്റെ നിർമ്മാണത്തിന്, ഓക്സിൻ, സൈറ്റോകൈനിൻ തുടങ്ങിയ ഹോർമോണുകളുടെ ഫോർമേഷന്, NAD, NADP, FMN, FAD തുടങ്ങിയ കോഎൻസൈമുകളുടെ ഉൽപ്പാദനത്തിന്, ക്ലോറോഫില്ലിൻ്റെ ഉൽപ്പാദനം, സൈറ്റോക്രോംസിൻ്റെ ഉൽപ്പാദനം, അഡിനോസൈൻ ട്രൈഫോസ്ഫേറ്റ് എന്ന എനർജി മോളിക്യൂളിൻ്റെ ഉൽപ്പാദനം, ഇതിനൊക്കെ തന്നെ നൈട്രജൻ വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല നൈട്രജൻ പ്ലേസ് ഇമ്പോർട്ടൻ്റ് റോൾ ഇൻ സിന്തസിസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മാക്രോ മോളിക്യൂൾസ് അവ സ്വയം നിർമ്മിക്കുന്നതാണ്. പ്രോട്ടീൻ പോലെയുള്ള മാക്രോ മോളിക്യൂളുടെ നിർമ്മാണത്തിന് വളരെ അത്യാവശ്യം വേണ്ട ഒരു എലമെൻ്റാണ് നൈട്രജൻ. നെക്സ്റ്റ് വൺ ഇസ് പൊട്ടാഷ്യം. Potassium is obtained from soil as potassium ions. It is seen mostly in meristematic tissues, buds, leaves and root tips. ചെടി കൂടുതൽ വളർച്ച നടക്കുന്ന ഭാഗങ്ങളാണ് എന്ന് നിങ്ങൾക്കിത് നോക്കിയാൽ അറിയാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസിൽ, ബഡ്സിൽ, ലീഫിൻ്റെയും റൂട്ടിൻ്റെയും ഒക്കെ ടിപ്സിൽ ഒക്കെയാണ് സാധാരണയായിട്ട് പൊട്ടാഷ്യം എന്ന മിനറൽ എലമെൻറ്റ് കൂടുതലായിട്ട് ആവശ്യം. എന്തൊക്കെയാണ് പൊട്ടാഷ്യത്തിൻ്റെ ഫങ്ഷൻ? ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡിറ്റർമിനേഷൻ ഓഫ് കാറ്റയോൺ ആനയോൺ ബാലൻസ് ഇൻ സെൽസ്. സെല്ലിലെ കാറ്റയോൺ ആനയോൺ ബാലൻസ് നിലനിർത്തുന്നത് വഴി സെല്ലിൻ്റെ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ നിലനിർത്തുന്നതിനുമൊക്കെ പൊട്ടാഷ്യം വളരെ അത്യാവശ്യമാണ്. ഇറ്റ് ഇൻവോൾവ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്, ഇറ്റ് ഇൻവോൾവ്സ് ഇൻ സ്റ്റൊമാറ്റൽ മൂവ്മെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞതാണ്, സ്റ്റൊമാറ്റയുടെ മൂവ്മെൻറ്റും ദാറ്റ് ഈസ് ഓപ്പണിംഗ് ആൻഡ് ക്ലോഷർ ഓഫ് സ്റ്റൊമാറ്റ, പൊട്ടാഷ്യം വളരെ വലിയൊരു പങ്ക് ആ ഒരു പ്രോസസ്സിന് വഹിക്കുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് ഇൻ ക്ലോറോഫിൽ സിന്തസിസ്. It is required for the activation of enzymes. Not only that, it maintains the turgidity of the cell. സെല്ലിൻ്റെ ടേർജിഡിറ്റി, ഓസ്മോട്ടിക് ബാലൻസ് അല്ലെങ്കിൽ ഓസ്മോട്ടിക് പൊട്ടൻഷ്യൽ നിലനിർത്തുന്നത് വഴി സെല്ലിൻ്റെ ടേർജിഡിറ്റി നിലനിർത്തുന്നതിലും പൊട്ടാഷ്യം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് മിനറൽ എലമെൻറ്റ് ഇസ് സൾഫർ. സൾഫർ ഈസ് ഒബ്റ്റെയിൻഡ് ഇൻ ദ ഫോം ഓഫ് സൾഫേറ്റ് അയോൺസ്. And the regions of plant in which it is required is mainly stem tip, root tip and young leaves. These are the portions where the sulfur is required more. And what are the functions of sulfur? എന്തൊക്കെയാണ് സൾഫറിൻ്റെ റോള്? It's a constituent of amino acid like cysteine and methionine. ചെടികളിലെ
ബയോകെമിക്കൽ ആക്ടിവിറ്റീസിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന 2 അമിനോ ആസിഡുകളായ സിസ്റ്റീനും മെത്തിയോണിനും നിർമ്മാണത്തിന് അല്ലെങ്കിൽ അവയുടെ പ്രധാന കോൺസ്റ്റിറ്റ്യുവൻ്റ് സൾഫറാണ്. ഫോർ ദ പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഫോർ ദ ഫോർമേഷൻ ഓഫ് വൈറ്റമിൻസ്, coenzyme A, etc. These are all compounds which are required for various biochemical reactions inside the plant. Not only that, നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പൊളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് സ്മെൽ, ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സൾഫർ ഇൻ those plant parts. And the next one is phosphorus. Phosphorus is also obtained as phosphate ions. And the main portions where they are required are young tissues and metabolically less active cells. And it is the main constituent of cell membrane, certain proteins, nucleic acids, ATP, NADP, and NAD. And phosphorus is one of the mineral element which is most required in phosphorylation reaction, which plays an important role in photosynthesis. The next element is calcium. Calcium is obtained in the form of calcium ions. It's more seen in meristematic tissues and differentiating tissues. നമ്മുടെ ശരീരത്തിൽ തന്നെ കാൽഷ്യം എവിടെയാണ് ഉള്ളതെന്ന് ചോദിച്ചാൽ നിങ്ങൾ വളരെ പെട്ടെന്ന് പറയും എല്ലിലാണെന്നല്ലേ. സോ നമ്മുടെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്ന സ്കെലിറ്റനിലാണ് കാൽഷ്യം കൂടുതലുള്ളതെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെയാണ് പ്ലാന്റ്സിൻ്റെ കേസിലും. ദേ ആർ റിക്വയർഡ് as calcium pectate in the formation of middle lamella in cell wall. അവയുടെ കോശഭിത്തി നിർമ്മിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരു മിനറൽ എലമെൻ്റ് ആണ് കാൽഷ്യം. Moreover, they are required for the formation of mitotic spindle during cell division. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൽ ഡിവിഷനെ കുറിച്ച് പഠിച്ചു. സെല്ല് ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും മെറ്റാഫേസ് സ്റ്റേജ് എത്തുമ്പോഴേക്കും ക്രോമസോമുകളെ അറേഞ്ച് ചെയ്ത് നിർത്തുന്നതിനും അനാഫേസിൽ ക്രോമസോമുകൾ 2 പോൾസിലേക്കും പോകുന്നതിനെ സഹായിക്കുന്ന സ്പിൻഡിൽ ഫൈബേഴ്സിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്പിൻഡിൽ ഫൈബേഴ്സിൻ്റെ ഫോർമേഷനും കാൽഷ്യം അത്യാവശ്യമാണ്. നോട്ട് ഓൺലി ദാറ്റ്, ഇറ്റ് ആക്ടിവേറ്റ്സ് എൻസൈം ലൈക്ക് amylase and ATPase. It's have an important role in regulating the metabolic activities, and it is also involved in the normal functioning of cell wall. ഇങ്ങനെ സെൽ വാളിൻ്റെയും സെൽ മെമ്പറൈൻ്റെയും ഒക്കെ ഫങ്ഷനിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ വഹിക്കുന്ന എലമെൻ്റ് ആണ് കാൽഷ്യം. ദ നെക്സ്റ്റ് വൺ ഇസ് മെഗ്നീഷ്യം. ഇറ്റ്സ് ഒബ്റ്റെയിൻഡ് ഇൻ ദ ഫോം ഓഫ് മെഗ്നീഷ്യം അയോൺസ്, മെയിൻലി സീൻ ഇൻ ലീവ്സ്. എന്താണ് മെഗ്നീഷ്യത്തിൻ്റെ റോൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. മെഗ്നീഷ്യം ഇറ്റ്സ് എ മെയിൻ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ മോളിക്യൂൾസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് പ്ലാന്റ്സിൽ എന്നുള്ളത് നിങ്ങൾക്ക് നന്നായി അറിയാവുന്നതാണ്. സോ മെഗ്നീഷ്യം ഇസ് പ്രസൻറ്റ് ഇൻ ക്ലോറോഫിൽ പിഗ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി റിക്വയർഡ് ബൈ ലീവ്സ് ബിക്കോസ് ലീവ്സ് കണ്ടെയ്ൻ മോർ ക്ലോറോഫിൽ. And it activates enzyme in photosynthesis, respiration, synthesis of nucleic acids, etc. And it also maintains the ribosome structure and act as a cofactor for enzymes. So magnesium also have a very important role in plants. So we have now discussed about the main macronutrients which are needed in large quantities. Now we may go to micronutrients which are required in smaller quantity when compared to the macronutrients. The first one is iron, which is required a little bit more than other micronutrients. It's obtained in the form of ferric iron, and it is seen everywhere in the case of a plant. What are the functions? It's a structural component of proteins involved in electron transfer like ferredoxin and cytochrome. ഊർജം നിർമ്മാണത്തിന് ആവശ്യമായ കെമിക്കൽ പ്രോസസ്സുകളിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫറിന് സഹായിക്കുന്ന ചില കോമ്പൗണ്ടുകളുടെ പ്രധാന ഘടകമാണ് അയൺ. ഇറ്റ് ആക്ടിവേറ്റ്സ് കാറ്റലൈസ് നൈട്രോജനേസ് ലൈക്ക് എൻസൈംസ് ആൻഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ സിന്തസിസ് ഓഫ് ക്ലോറോഫിൽ ഓൾസോ. അയൺ എന്ന എലമെൻറ്റിന് നമ്മുടെ ശരീരത്തിൽ എന്താണ് റോള് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് അയൺ പ്ലാന്റ്സിലും വഹിക്കുന്നുണ്ട്. And the next element is manganese. Manganese is obtained in the form of manganese iron.
and it is also seen everywhere in the plant. It activates enzymes in photosynthesis, respiration, nitrogen metabolism. And one of the main role of manganese is in the splitting of water. Photosynthesisile വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷനാണ് സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ. നിങ്ങൾക്കറിയാം, ഫോട്ടോസിന്തസിസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഓക്സിജൻ. ഓക്സിജൻ്റെ ലിബറേഷന് സഹായിക്കുന്ന സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ എന്ന പ്രോസസ്സിന് ഫോട്ടോസിന്തസിസിലെ ആ ഭാഗം മാംഗനീസ് എന്ന എലമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് സംഭവിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് മോളിബ്ഡിനം. It is obtained in the form of molybdenate iron, and it is also required in every part of the plant, and the main functions are it participates in nitrogen metabolism. It's a component of many enzymes as nitrogenase and nitrate reductase. It activates enzymes in nitrogen metabolism and it helps in iron absorption and translocation. Molybdenum നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മൈക്രോ എലമെന്റ് ആണ്. Its role is mainly in the nitrogen metabolism. നൈട്രജനെ ഗേഷ്യസ് ഫോമിൽ അബ്സോർബ് ചെയ്യാൻ സാധിക്കില്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നൈട്രജൻ്റെ അബ്സോർപ്ഷന് സഹായിക്കുന്ന മെയിൻ എലമെൻറ്റുകളിൽ ഒന്നാണ് മോളിബ്ഡിനം. The next is zinc, which is obtained in the form of zinc ion. It's also obtained seen everywhere in the plant. It activates various enzymes like carboxylase and needed in the synthesis of hormones like auxin. Zinc, auxin പോലെയുള്ള ഹോർമോണുകളുടെ സിന്തസിസിന് ആവശ്യമാണ്. കാർബോക്സിലേസ് പോലെയുള്ള എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനും സിങ്ക് ആവശ്യമാണ്. ആൻഡ് ദ നെക്സ്റ്റ് മൈക്രോ എലമെന്റ് ഇസ് കോപ്പർ, which is obtained in the form of cupric ion. It's also found everywhere in the plant. It is required for the overall metabolism in plants. ഒന്ന് അല്ല, മിക്കവാറും ചെടിയുടെ എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസിനും വേണ്ട ഒരു എലമെൻ്റ് ആണ് കോപ്പർ. ഇറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യുവൻ്റ് ഓഫ് പ്ലാസ്റ്റോസയനിൻ വിച്ച് പ്ലേസ് എ റോൾ ഇൻ ഫോട്ടോഫോസ്ഫോറിലേഷൻ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോട്ടോസിന്തസിസിൻ്റെ ഭാഗമായിട്ടുള്ള ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന റിയാക്ഷൻ്റെ പ്ലാസ്റ്റോസയാനിൻ എന്ന അതിനെ സഹായിക്കുന്ന ഫോട്ടോഫോസ്ഫോറിലേഷന് സഹായിക്കുന്ന പ്ലാസ്റ്റോസയാനിൻ എന്ന കോമ്പൗണ്ടിൻ്റെ മെയിൻ കമ്പണൻ്റ് ആണ് കോപ്പർ എന്ന മിനറൽ എലമെൻറ്റ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ആക്ടിവേറ്റ് സർട്ടൻ എൻസൈംസ് ലൈക്ക് സൈറ്റോക്രോം ഓക്സിഡേസ്. സൈറ്റോക്രോം ഓക്സിഡേസ് പോലെയുള്ള എൻസൈമുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനും കോപ്പർ വളരെ അത്യാവശ്യമാണ്. നെക്സ്റ്റ് വൺ ഈസ് ബോറോൺ. Boron is obtained in the form of boron ion. It's mainly seen in leaves and seeds, and the main functions are for carbohydrate translocation. We have studied about the translocation of minerals, water and carbohydrate in the last chapter. Carbohydrate in the translocation സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആണ് ബോറോൺ. ഇറ്റ്സ് റിക്വയർഡ് ഇൻ ദ അപ്ടേക്ക് ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് കാൽഷ്യം. നമ്മൾ നേരത്തെ കാൽഷ്യത്തെക്കുറിച്ച് പറഞ്ഞു. കാൽഷ്യം അയോണുകളുടെ അബ്സോർപ്ഷന് സഹായിക്കുന്ന ഒരു എലമെൻ്റ് ആണ് ബോറോൺ. It's required in pollen germination. It's needed for cell elongation. സെല്ലുകൾ നീളം കൂടുന്നതിന് ബോറോണിൻ്റെ ആവശ്യമുണ്ട്. It's required for cell differentiation and it is also required for the membrane function. കോശങ്ങളുടെ വിഭജനത്തെ തുടർന്ന് അവ വലിപ്പം വയ്ക്കുന്നതിനും അവ വ്യത്യസ്ത കലകളായി മാറുന്നതിനും ഒക്കെ ബോറോൺ എന്ന എലമെൻ്റ് ആവശ്യമാണ്. മാത്രമല്ല സെൽ മെമ്പറൈനിൻ്റെ ഫങ്ഷനും ബോറോൺ അത്യാവശ്യം വേണ്ട ഒരു എലമെൻ്റ് ആണ്. ദ നെക്സ്റ്റ് വൺ ഇസ് ക്ലോറിൻ. ആൻഡ് ക്ലോറിൻ ഈസ് ഒബ്റ്റെയിൻഡ് ആസ് ക്ലോറൈഡ് അയോൺ ആൻഡ് ഇറ്റ്സ് ഓൾസോ seen everywhere in the plant, and along with sodium and potassium it helps to maintain anion-cation balance in cells and to determine the solute concentration. അവയുടെ പ്രധാന ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞത് അവയെ സഹായിക്കുന്നതിന് ക്ലോറിനും വലിയ പങ്കുണ്ട്. മാത്രമല്ല ഇറ്റ്സ് നീഡഡ് ഫോർ സെൽ ഡിവിഷൻ ഇൻ ബോത്ത് ലീവ്സ് ആൻഡ് റൂട്ട്സ്. ഇലകളിലും വേരുകളിലും സെല്ല് ഡിവൈഡ് ചെയ്യുന്നതിനും ക്ലോറിൻ വളരെ അത്യാവശ്യമാണ്. Chlorine is also essential for the water splitting reaction which leads to oxygen evolution. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഓക്സിജൻ ഫോട്ടോസിന്തസിസിൽ ഓക്സിജൻ ഇവോൾവ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനും ക്ലോറിൻ എന്ന എലമെൻറ്റ് വളരെ അത്യാവശ്യമാണ്. So now we have discussed about the
ഫങ്ഷൻസ് ഓഫ് വേരിയസ് എലമെൻറ്റ്സ് അല്ലേ? നമ്മുടെ മൈക്രോ എലമെൻറ്റ്സും മാക്രോ എലമെൻറ്റ്സും നമുക്കാകെ കൺഫ്യൂഷൻ ആയിരുന്നു. എന്തിനാണ് ഈ മൈക്രോ, എന്താണ് ഈ മാക്രോ എലമെൻറ്റ്സിൻ്റെ റോള്, സസ്യങ്ങളിൽ എന്താണ് ഇവയുടെ ഫങ്ഷൻ, എവിടെയാണ് ഇവ കാണുന്നതെന്നൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇപ്പം നിങ്ങൾക്കത് ക്ലിയറായി എന്താണ് അവയുടെ ഫങ്ഷൻ, ഓരോ എലമെൻറ്റിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഈ എലമെൻറ്റുകൾ നമ്മൾ കുറച്ച് എലമെൻറ്റ്സിനെ മാക്രോ എന്നും കുറച്ചിനെ മൈക്രോ എന്നും ക്ലാസിഫൈ ചെയ്തത് തന്നെ അവ ഏത് അളവിൽ അവ ആവശ്യമാക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഈ അളവിൽ അല്ലെങ്കിൽ ചെടിക്ക് ആവശ്യമായ അളവിൽ അവ കിട്ടിയില്ലെങ്കിൽ എന്താ സംഭവിക്കുക, എന്തായിരിക്കും സംഭവിക്കുക? നമ്മളോട് എന്തിനാണ് വൈറ്റമിൻ നിറയെയുള്ള ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ നിങ്ങളോട് പറയാറില്ലേ നിങ്ങളുടെ മെനുവിൽ ലീഫി വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യണം, നിങ്ങൾ കഴിക്കുമ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അല്ലെങ്കിൽ എല്ലാ തരം ഫുഡും നിങ്ങൾ കഴിക്കണം, ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇഷ്ടമുള്ള ഭക്ഷണം മാത്രം കഴിക്കാതെ എല്ലാ തരം ഫുഡും കഴിക്കണമെന്ന് നിങ്ങളോട് വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിൽ അധ്യാപകരോ ഒക്കെ ആവശ്യപ്പെടാറില്ലേ? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി വന്നാൽ എന്താ സംഭവിക്കുക, നമുക്ക് എന്ത് അസുഖമാണ് ഉണ്ടാവുക, വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് എന്താ അസുഖമാണ് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഓർഗാനിക് മോളിക്യൂളോ നമുക്ക് കിട്ടിയില്ല എങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾ വരും എന്ന് നമുക്കറിയാം. ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ചെടിക്ക് വരാറുണ്ടോ? ഇതിലേതെങ്കിലും ഒരു എലമെൻറ്റ് കുറഞ്ഞു പോയാൽ ചെടിക്ക് അങ്ങനെ അസുഖം വരാറുണ്ടോ? നമുക്ക് നോക്കാം എന്താണ് ഇവയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നത്. When the supply of an essential element become limited, the plant growth get retarded. നമ്മളെ പോലെ തന്നെയാണ് അവരും. ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ കുറവ് വരുമ്പോൾ അവരുടെ വളർച്ച മുരടിക്കാൻ തുടങ്ങും. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ ഗാർഡനിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ ഇലയൊക്കെ മഞ്ഞളിച്ച് നിൽക്കുക, എത്ര വെള്ളം ഒഴിച്ചു, നമ്മൾ വെള്ളമൊക്കെ എല്ലാ ദിവസവും ഒഴിക്കുന്നുണ്ട്, പക്ഷെ അത് നന്നായി പൂക്കുന്നില്ല അല്ലേ? അപ്പോൾ ഇലകൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ ഒരു critical concentration ഉണ്ട്, that is the concentration of an essential element below which the plant growth is retarded. ഒരു പ്രത്യേക പരിധിക്ക് താഴേക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു മിനറൽ എലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ മണ്ണിൽ ആ മിനറൽ എലമെൻറ്റ് ഇല്ല എങ്കിൽ ചെടി അവയുടെ വളർച്ച റിട്ടാർഡ് ചെയ്യുന്നു. And that concentration of that essential element and that concentration is known as critical concentration. Critical concentrationil താഴെ ആ എലമെൻറ്റ് പോകുമ്പോൾ the element is said to be deficient in the soil. നമുക്കപ്പോൾ എന്ത് പറയാം? ആ എലമെൻറ്റ് മണ്ണിൽ കുറവാണ് എന്ന് പറയാം. So every element have a specific role in the structure or morphology of or the function of a plant. നമ്മളിപ്പോൾ കണ്ടതാണ്, എല്ലാ എലമെൻസിനും ഒരു റോൾ ഉണ്ട്. ചിലത് സ്ട്രക്ചറിലായിരിക്കാം, അവയുടെ സെൽ വാളിൻ്റെ നിർമ്മാണത്തിലോ അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിലാണെങ്കിൽ, ചില അവയുടെ ഫിസിയോളജിക്കലായിട്ടുള്ള ഫങ്ഷൻസിലാണ് അവയുടെ റോൾ ഉണ്ടാവുക. മോർഫോളജിക്കൽ ചേഞ്ചസ് ആണ് സാധാരണ ഒരു ഡെഫിഷ്യൻസി, ഒരു എലമെൻറ്റിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ചെടി അത് അതിൻ്റെ ബാഹ്യമായ ഘടനയിലാണ് സ്വാഭാവികമായിട്ടും അത് എക്സ്പ്രസ് ചെയ്യുക. അങ്ങനെ മോർഫോളജിക്കലായിട്ട് ഉണ്ടാകുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്ന് പറയുക. ചെടി അത്തരത്തിൽ ഒരു എലമെൻറ്റ് കുറവാണ് എന്ന് മോർഫോളജിക്കലി നമ്മളെ അനൗൺസ് ചെയ്യുന്ന സിംറ്റംസ് ആണ് ഡെഫിഷ്യൻസി സിംറ്റംസ്. അത്തരം ഡെഫിഷ്യൻസി സിംറ്റംസ് കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ ആ എലമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ചെടി അത് ഓവർകം ചെയ്യാനായിട്ട് അതിന് സാധിക്കും. ഏതൊക്കെ ഭാഗത്താണ് ഈ ഡെഫിഷ്യൻസി സിംറ്റംസ് കാണുക എന്ന് നിങ്ങൾക്കറിയോ? എല്ലാ എലമെൻസിൻ്റെയും ഡെഫിഷ്യൻസി ചെടി ഒരേപോലെയാണോ എക്സ്പ്രസ് ചെയ്യുക? അല്ല. സസ്യങ്ങളിൽ അവർക്ക് ആവശ്യമുള്ള എലമെൻസിനെ നമുക്ക് ചില എലമെൻസിനെ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന എലമെൻസ് എന്നും മറ്റ് ചിലത് ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള എലമെൻ്റ് ആയിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഉദാഹരണത്തിന് നൈട്രജൻ, പൊട്ടാഷ്യം, മഗ്നീഷ്യം പോലെയുള്ള എലമെൻറ്റുകൾ, അവയുടെ കുറവാണ് മണ്ണിലുള്ളതെങ്കിൽ ചെടിയിൽ അവയുടെ സിംറ്റംസ് ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് ഓൾഡർ ലീവ്സിൽ അല്ലെങ്കിൽ ഓൾഡർ പാർട്സിലായിരിക്കും. കാരണം നൈട്രജൻ, പൊട്ടാഷ്യം, മഗ്നീഷ്യം മുതലായ എലമെൻറ്റുകൾ മൊബിലൈസ് ചെയ്യാൻ പറ്റുന്ന എലമെൻറ്റുകളാണ്. അവയുടെ യങ് ലീവ്സിലോ അല്ലെങ്കിൽ പുതുതായി ഉണ്ടാകുന്ന ഇലകളിലോ ആയിരിക്കില്ല അതിൻ്റെ ഡെഫിഷ്യൻസി സിംറ്റംസ് ആദ്യമായിട്ട് വിസിബിൾ ആവുക. പകരം കൊഴിഞ്ഞു പോകാറായ ഭാഗങ്ങളിലായിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ? അത്തരത്തിലുള്ള ബയോമോളിക്യൂൾസ് അല്ലെങ്കിൽ ആ എലമെൻസിലെ ബയോമോളിക്യൂൾസ് അവിടെ വെച്ച് ഡിവൈഡ് ചെയ്തതിന് ശേഷം അവ യങ്ങർ ലീവ്സിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും, മൊബിലൈസ് ചെയ്യും.
ഓൾഡർ ലീവ്സിൽ നിന്ന് യങ്ങർ ലീവ്സിലേക്കോ അല്ലെങ്കിൽ യങ്ങർ പാർട്സിലേക്കോ മൊബിലൈസ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട് ഓൾഡർ ആയിട്ടുള്ള കൊഴിഞ്ഞു പോകാറായ ഭാഗങ്ങളിലായിരിക്കും ഇത്തരം എലമെൻസിൻ്റെ ഡെഫിഷ്യൻസി ആദ്യം കാണുക. വീണ്ടും നമ്മളത് പ്രൊവൈഡ് ചെയ്ത് കൊടുത്തില്ല എങ്കിൽ പതിയെ പതിയെ അത് യങ്ങർ ലീവ്സിലേക്ക് പ്രകടമാകും അല്ലെങ്കിൽ യങ്ങർ പാർട്സിലേക്ക് അതേസമയം കാൽഷ്യം പോലെയുള്ള ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്യാൻ സാധിക്കാത്ത, മൂവ് ചെയ്യാൻ, ഒരു പാർട്ടിൽ നിന്ന് മറ്റൊരു പാർട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ സാധിക്കാത്ത എലമെൻസ് ആണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും കാൽഷ്യം ആ കാറ്റഗറിയിൽ വന്നത്? നിങ്ങൾക്കറിയാം, കാൽഷ്യം ഈസ് റിക്വയർഡ് ഫോർ ദ സെൽ വാൾ ഫോർമേഷൻ. സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനാണ് അത് വേണ്ടത്. അത്തരം എലമെൻസിനെ ഒരിക്കലും ഓൾഡർ പാർട്സിൽ നിന്ന് യങ്ങർ പാർട്സിലേക്ക് മൊബിലൈസ് ചെയ്യാൻ സാധിക്കില്ല. അത്തരം എലമെൻറ്റുകളുടെ കുറവാണ് സസ്യങ്ങൾക്കുള്ളതെങ്കിൽ അത്തരം ഡെഫിഷ്യൻസി സിംറ്റംസ് ആദ്യം പ്രകടമാകുന്നത് യങ്ങർ പാർട്സിലായിരിക്കും. ഇങ്ങനെ എലമെൻസിൻ്റെ മൊബിലിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ മൊബിലൈസ് ചെയ്യാൻ കഴിയുന്ന എലമെൻ്റ് ആണോ അല്ലയോ എന്നതനുസരിച്ച് ഡെഫിഷ്യൻസി സിംറ്റംസ് പ്രത്യക്ഷപ്പെടുന്നത് ഓൾഡർ പാർട്സിലോ യങ്ങർ പാർട്സിലോ എന്നത് വ്യത്യാസപ്പെടാം. എന്തൊക്കെയാണ് സാധാരണഗതിയിൽ സസ്യങ്ങളിൽ കാണുന്ന ഡെഫിഷ്യൻസി സിംറ്റംസ്? ക്ലോറോസിസ്, ഇല മഞ്ഞിച്ചു പോകുന്ന ക്ലോറോസിസ് എന്ന അവസ്ഥ. നെക്രോസിസ്, ചെടിയുടെ ചില ഭാഗങ്ങൾ അഴുകിപ്പോകുന്ന നെക്രോസിസ് എന്ന അവസ്ഥ. സ്റ്റണ്ടഡ് പ്ലാന്റ് ഗ്രോത്ത്, ചെടി വളരാതെ നിൽക്കുന്ന അവസ്ഥ. പ്രിമച്വർ ഫോൾസ് ഓഫ് ലീവ്സ് ആൻഡ് ബഡ്സ്, ഇലയും മുകുളങ്ങളും ഒക്കെ വളരെ ചെറുതിലേ തന്നെ കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ. ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ, സെല്ല് ഡിവൈഡ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. ഇതൊക്കെയാണ് സാധാരണ സസ്യങ്ങളിൽ കാണുന്ന ഡെഫിഷ്യൻസി സിംറ്റംസ്. നമുക്കൊന്ന് നോക്കാം ഏതൊക്കെ എലമെൻറ്റുകളുടെ കുറവാണ് ഇത്തരം ഡെഫിഷ്യൻസി സിംറ്റംസിന് കാരണമാകുന്നത്. ടേബിൾ ഒന്ന് ശ്രദ്ധിക്കൂ. ക്ലോറോസിസ് എന്ന അവസ്ഥ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാം, മഞ്ഞ നിറമുള്ള ഇലകൾ പെട്ടെന്ന് മഞ്ഞിച്ചു പോവുകയാണ്. ഏകദേശം ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അല്ലേ എന്തുകൊണ്ടായിരിക്കും? ക്ലോറോഫില്ലിൻ്റെ കുറവാണ്. ക്ലോറോഫില്ലിൻ്റെ കുറവാകണമെങ്കിൽ എന്ത് എലമെൻ്റ് ആയിരിക്കും അവിടെ കുറവ്? തീർച്ചയായിട്ടും മഗ്നീഷ്യം എന്ന എലമെൻ്റ് അതിലുണ്ടായിരിക്കും. പക്ഷേ മഗ്നീഷ്യത്തിൻ്റെ മാത്രം കുറവല്ല ക്ലോറോസിസ് എന്ന സിംറ്റം ആയിട്ട് വരിക. നോക്കൂ, നൈട്രജൻ്റെ കുറവാവാം, പൊട്ടാഷ്യത്തിൻ്റെ കുറവാകാം, മഗ്നീഷ്യത്തിൻ്റെ കുറവാകാം, സൾഫർ, അയൺ, മാംഗനീസ്, സിങ്ക്, മോളിബ്ഡിനം, ഈ പറഞ്ഞ എലമെൻറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഡെഫിഷ്യൻ്റ് ആയാൽ ചെടി ക്ലോറോസിസ് എന്ന അവസ്ഥ കാണിക്കാം. നെക്രോസിസ് എന്ന രണ്ടാമത്തെ അവസ്ഥ നോക്കൂ, ഡെത്ത് ഓഫ് ടിഷ്യൂസ് ആണ്. പെർട്ടിക്കുലർലി ഡീപ്പ് ടിഷ്യൂ. കാൽഷ്യം, മഗ്നീഷ്യം, കോപ്പർ, പൊട്ടാഷ്യം തുടങ്ങിയ എലമെൻറ്റുകളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അഭാവം നെക്രോസിസ് എന്ന അവസ്ഥയിലേക്ക് കാരണമാകും. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻഹിബിഷൻ ഓഫ് സെൽ ഡിവിഷൻ. നൈട്രജൻ, പൊട്ടാഷ്യം, സൾഫർ, മോളിബ്ഡിനം ഇതിലേതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഡെഫിഷ്യൻസി സെൽ ഡിവിഷനെ ഇൻഹിബിറ്റ് ചെയ്യാം. മറ്റൊന്ന് ഡിലേ ഓഫ് ഫ്ലവറിങ്, പൂക്കാനുള്ള താമസം, ചെടി പൂക്കുന്നേ ഇല്ല. പൂക്കാൻ താമസിക്കുന്നത് നൈട്രജൻ, സൾഫർ, മോളിബ്ഡിനം തുടങ്ങിയ എലമെൻറ്റുകളുടെ ഡെഫിഷ്യൻസി ആയിരിക്കാം. നോക്കൂ, ഇതിനകത്ത് നിന്ന് ഈ ടേബിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആയില്ലേ? ഒരു എലമെൻറ്റിൻ്റെ ഡെഫിഷ്യൻസി അല്ല, ഇതിലേതെങ്കിലും ഒന്നിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഇത്തരം സിംറ്റം. അപ്പോൾ ഏതാണ് ആ എലമെൻറ്റ്? ഏത് എലമെൻറ്റിൻ്റെ കുറവാണ്? ദറ്റ് ഈസ് ഡെഫിഷ്യൻസി വൺ എലമെൻറ്റ് കോസസ് മൾട്ടിപ്പിൾ സിംറ്റംസ് ആൻഡ് വൈസ് വേഴ്സ. ഒരു എലമെൻറ്റ് കുറയുമ്പോൾ ചിലപ്പോൾ ഈ ഒരു സിംറ്റം ആയിരിക്കില്ല, ഒന്നിലധികം സിംറ്റംസ് കാണിക്കും. ചിലപ്പോൾ ഈ ഒരു നമ്മൾ ചെടി കാണിക്കുന്ന സിംറ്റം ഒന്നിലധികം എലമെൻറ്റുകളുടെ കുറവ് കൊണ്ടായിരിക്കാം. എങ്ങനെയാണ് ഇത് തിരിച്ചറിയുക? ഇത് തിരിച്ചറിയണമെങ്കിൽ തുടർച്ചയായി സസ്യങ്ങളെ നിരീക്ഷിക്കണം. ഇങ്ങനെ ഓരോ ചെടിയും വേരിയസ് പ്ലാന്റ്സ് വ്യത്യസ്ത ഭാഗങ്ങളിൽ അവ പ്രകടിപ്പിക്കുന്ന ഡെഫിഷ്യൻസി സിംറ്റം സ്റ്റാൻഡേർഡ് ടേബിൾസുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഇവയുടെ ഡെഫിഷ്യൻസി ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓരോ സസ്യങ്ങളും എല്ലാ സസ്യങ്ങളും ഒരേ രീതിയിലായിരിക്കില്ല ഡെഫിഷ്യൻസി സിംറ്റംസിനോട് പ്രതികരിക്കുക. ആ കാര്യത്തിലും സസ്യങ്ങൾ വ്യത്യസ്തരായിരിക്കും. ഇനി ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു എലമെൻറ്റിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് എന്ത് സംഭവിക്കും എന്നാണ്. ഇനി ഈ എലമെൻ്റ് ഒന്ന് കൂടിപ്പോയാലോ? മണ്ണിൽ നമ്മൾ കൊടുത്ത വളം പ്രയോഗം കുറച്ച് കൂടിപ്പോയി. മൈക്രോ എലമെൻറ്റ്സ് നിങ്ങൾക്ക് അറിയാം, വളരെ കുറച്ച് മതി. മൈക്രോ എലമെൻറ്റ്സ് ഒരളവിൽ ഇച്ചിരി കൂടിപ്പോയാൽ അതും പ്രശ്നമാണ്. അത്തരത്തിലൊരവസ്ഥ വി കോൾ ദാറ്റ് കണ്ടീഷൻ ആസ് ടോക്സിസിറ്റി ഓഫ് എലമെൻറ്റ്സ്.
That is the mineral ion concentration in tissues that reduces the dry weight of tissues by about 10% is considered as toxic. ഈ toxicity symptoms are also difficult to identify. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടോക്സിക് ഒരു അളവ് കൂടിപ്പോയി അങ്ങനെ അത് ടോക്സിക്കായി മണ്ണിൽ അത് വിഷമായിട്ട് കിടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ അതിനുവേണ്ടി ചെടി കാണിക്കുന്ന സിംറ്റംസും നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ്. മാത്രമല്ല ചെടികളിൽ ഓരോ ചെടി അനുസരിച്ച് അത് വ്യത്യാസപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ടോക്സിസിറ്റിക്ക് കാണിക്കുന്ന സിംറ്റംസ് നമുക്ക് എളുപ്പമല്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞത്? എക്സസീവ് ക്വാണ്ടിറ്റി ഓഫ് an element may inhibit the uptake of another element. So excessive symptoms of one element may be the deficiency of some other element. ഒരു എലമെൻറ്റിൻ്റെ അളവ് കൂടുമ്പോൾ മണ്ണിൽ നമ്മൾ കൊടുത്ത ഒരു എലമെൻറ്റിൻ്റെ അളവ് കൂടുകയാണെന്ന് വിചാരിക്കുക. കൂടിപ്പോകുമ്പോൾ ആ കൂടിയത് കൊണ്ട് തന്നെ മണ്ണിൽ ചെടിക്ക് അബ്സോർബ് ചെയ്യാൻ ആവശ്യമായ മറ്റൊരു എലമെൻറ്റിനെ അബ്സോർബ് ചെയ്യുന്നതിനെ തടയുകയും കൂടെ ചെയ്യും ഇത്. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഒരെണ്ണം എക്സസീവായി പോകുന്നത് മറ്റൊന്നിൻ്റെ ഡെഫിഷ്യൻസി ആയിട്ട് മാറും. അതിനൊരു ഉദാഹരണം നമുക്ക് നോക്കാം. മാംഗനീസ് എന്ന എലമെൻറ്റ് മണ്ണിൽ കൂടിപ്പോയാൽ അയൺ, മെഗ്നീഷ്യം മുതലായ എലമെൻറ്റുകളെ മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നത് തടയും. അപ്പോൾ ചെടിക്ക് മാംഗനീസിൻ്റെ അളവ് കൂടുമ്പോൾ മണ്ണിൽ മാംഗനീസിൻ്റെ അളവ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക? അയണും മെഗ്നീഷ്യവും ഉള്ളത് മണ്ണിൽ നിന്ന് വലിച്ചെടുക്കാൻ പറ്റാതെ വരും. അപ്പോൾ മാംഗനീസ് ടോക്സിക് ആകുമ്പോൾ അയണും മെഗ്നീഷ്യവും ഡെഫിഷ്യൻ്റ് ആവും. മറ്റൊന്ന്, മാംഗനീസ് കൂടുമ്പോൾ ഉള്ള മറ്റൊരു പ്രശ്നമാണ് മഗ്നീഷ്യം എന്ന എലമെൻറ്റിനെ എൻസൈമുകളുമായിട്ട് ബൈൻഡ് ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പോൾ വീണ്ടും മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അവിടെ ഉണ്ടാകും. കാൽഷ്യം ട്രാൻസ്ലൊക്കേഷൻ ടു ഷൂട്ട് എപ്പെക്സിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇറ്റ് ഇൻഹിബിറ്റ്സ് ദ കാൽഷ്യം ട്രാൻസ്ലൊക്കേഷൻ ഇൻ ടു ഷൂട്ട് എപ്പെക്സ്. കാൽഷ്യം ചെടിയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യുന്നതിനെ മാംഗനീസിൻ്റെ അളവ് കൂടുന്നത് തടയും. അപ്പം നോക്കൂ, മാംഗനീസിൻ്റെ അളവാണ് കൂടിയത്, പക്ഷേ എന്തിൻ്റെയൊക്കെ കുറവ് ചെടിയിൽ അപ്പോൾ കുറവുണ്ടാകും? അയണിൻ്റെ കുറവ് ആയിട്ട് തോന്നും നമുക്ക്, മഗ്നീഷ്യത്തിൻ്റെ കുറവായിട്ട് ഫീൽ ചെയ്യും, കാൽഷ്യം ഇല്ലാത്തൊരവസ്ഥയും ഉണ്ടാകും. ചില എലമെൻറ്റുകൾ എക്സസ് ആകുമ്പോൾ ചില എലമെൻറ്റുകൾ ഡെഫിഷ്യൻ്റ് ആകുന്നതും ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ദ സിംറ്റംസ് ഓഫ് മാംഗനീസ് ടോക്സിസിറ്റി are usually expressed as brown spots surrounded by chlorotic veins, which are normally the deficiency symptoms of iron, manganese and calcium. So let us look for the assignment. It is clear that the mineral elements play a vital role in plant growth. The deficiency symptoms of certain plants are now known to you. Try to understand the deficiency symptoms of all essential elements and also the excessive symptoms. Prepare a chart and then try to compare them with available standard charts. Mineral elements inde deficiency kondum excessive quantity kondum undagunna symptoms ne kurichu ariyanum avayude chart prepare cheyanum shramikkuka. Thank you.